ഒന്ന് ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം 5. റൂബന്റെ സന്തതികൾ. റൂബൻ ഇസ്രായേലിൻ്റെ ആദ്യജാതനെങ്കിലും പിതാവിൻ്റെ ശയ്യ അശുദ്ധമാക്കിയതിനാൽ അവൻ്റെ ജന്മാവകാശം ഇസ്രായേലിൻ്റെ മകനായ ജോസഫിൻ്റെ പുത്രന്മാർക്ക് നൽകപ്പെട്ടു. അങ്ങനെ അവൻ വംശാവലിയിൽ ആദ്യജാതനായി പരിഗണിക്കപ്പെടുന്നില്ല. യൂദ സഹോദരന്മാരുടെ ഇടയിൽ പ്രബലനാവുകയും അവനിൽ നിന്ന് ഒരു നായകൻ ഉത്ഭവിക്കുകയും ചെയ്തിട്ടും ജന്മാവകാശം ജോസഫിന് തന്നെയായിരുന്നു. ഇസ്രായേലിൻ്റെ ആദ്യജാതനായ റൂബന്റെ പുത്രന്മാർ ഹനോക്ക്, പല്ലു, ഹെസ്രോൻ, കർമ്മി. ജോയലിൻ്റെ പുത്രന്മാർ തലമുറ പ്രകാരം ഷെമായ, ഗോഗ്, ഷിമേയി, മീക്ക, റയായ, ബാൽ, ബേറായ. അസീറിയ രാജാവായ തിൽഗത് പിൽനേസർ തടവുകാരനായി കൊണ്ടുപോയി. അവൻ റൂബൻ ഗോത്രത്തിലെ നേതാവായിരുന്നു. റൂബൻ ഗോത്രത്തിലെ മറ്റു കുലത്തലവന്മാരുടെ വംശാവലി: ജയിയേൽ, സക്രിയ. ജോയലിൻ്റെ പുത്രനായ ഷെമായുടെ പൗത്രനും അസാസിൻ്റെ പുത്രനുമായ ബേല. അരോവറിൽ വസിച്ച ഇവരുടെ അതിർത്തി നെബോയും ബാൽമയോനും വരെ വ്യാപിച്ചിരുന്നു. ഗിലെയാദിൽ അവർക്ക് ധാരാളം കന്നുകാലികൾ ഉണ്ടായിരുന്നതിനാൽ യൂഫ്രട്ടീസ് നദിയുടെ കിഴക്ക് കിടക്കുന്ന മരുഭൂമി വരെയുള്ള പ്രദേശം മുഴുവൻ അവർ അധിവസിച്ചു. സാവൂൾ രാജാവിൻ്റെ കാലത്ത് റൂബൻ ഗോത്രക്കാർ ഹഗ്രിയരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ഗിലെയാദിൻ്റെ കിഴക്കുള്ള പ്രദേശം സ്വന്തമാക്കി കൂടാരമടിച്ചു പാർത്തു. ഗാദിൻ്റെ സന്തതികൾ. ഗാദിൻ്റെ പുത്രന്മാർ റൂബന്റെ വടക്ക് ബാഷാൻ ദേശത്ത് സലേക്ക വരെ പാർത്തു. അവരിൽ പ്രമുഖൻ ജോയൽ, രണ്ടാമൻ ഷഫാം. യനായിയായും ഷഫാത്തും ബാഷാനിലെ പ്രമുഖന്മാർ. ഗാദ് ഗോത്രത്തിലെ മറ്റു കുലത്തലവന്മാരുടെ വംശാവലി: മിഖായേൽ, മെഷുല്ലാം, ഷേബ, യൊറായി, യക്കാൻ, സിയ, ഏബർ. ഇങ്ങനെ 7 പേർ. ഇവർ ഹൂറിയുടെ മകനായ അബിഹായിലിൻ്റെ പുത്രന്മാരാണ്. ഹൂറിയ യഹോവയുടെയും യറോവ ഗിലെയാദിൻ്റെയും, ഗിലെയാദ് മിഖായേലിൻ്റെയും, മിഖായേൽ യഷിഷായുടെയും, യഷിഷായി യഹോദായുടെയും, യഹോദോ ബൂസിൻ്റെയും പുത്രന്മാരാണ്. ഗൂനിയുടെ മകനായ അബ്ദിയേലിൻ്റെ മകൻ ആഹി തൻ്റെ പിതൃഭവനത്തിൽ തലവനായിരുന്നു. അവർ ഗിലെയാദിലും ബാഷാനിലും അതിൻ്റെ പട്ടണങ്ങളിലും ഷാരോണിലെ മേച്ചിൽപ്പുറങ്ങളിലും അതിർത്തി വരെ പാർത്തു. ഇവരുടെ വംശാവലി യൂദാ രാജാവായ യോഥാമിൻ്റെയും ഇസ്രായേൽ രാജാവായ ജെറോബോവാമിൻ്റെയും കാലത്ത് എഴുതപ്പെട്ടു. റൂബൻ, ഗാദ്, മനാസയുടെ അർദ്ധഗോത്രം. ഇവയിൽ ശൂരന്മാരും വാളും പരിചയം എടുക്കാനും വില്ല് കുലച്ച് എയ്യാനും കഴിവുള്ളവരുമായി 44,750 യോദ്ധാക്കളുണ്ടായിരുന്നു. അവർ ഹഗ്രിയരോടും യദൂർ, നാഫിഷ്, നോദാബ് എന്നിവരോടും യുദ്ധം ചെയ്തു. ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുകയും അവിടത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. ആ സഹായത്താൽ അവർ ഹഗ്രിയരുടെയും കൂട്ടാളികളുടെയും മേൽ വിജയം വരിച്ചു. അവർ അവരുടെ കന്നുകാലികളെ കൊള്ളയടിച്ചു. 50,000 ഒട്ടകങ്ങൾ, 2,50,000 ആടുകൾ, 2,000 കഴുതുകൾ. ഇവയ്ക്ക് പുറമെ 1,00,000 ആളുകളെയും അവർ പിടിച്ചുകൊണ്ടുപോയി. യുദ്ധം ദൈവത്തിന് ഇഷ്ടമനുസരിച്ചതായിരുന്നതിനാൽ വളരെ പേർ കൊല്ലപ്പെട്ടു. അവർ പ്രവാസകാലം വരെ അവിടെ പാർത്തു. മനാസയുടെ അർദ്ധഗോത്രക്കാർ ബാഷാൻ മുതൽ ബാൽ ഹെർമോൻ, സെനീർ, ഹെർമോൻ പർവ്വതം എന്നിവിടം വരെ വസിച്ചു. അവർ സംഖ്യാതീതമായി വർദ്ധിച്ചു. ഏഫർ, ഇഷി, എലിയർ, അസിയേൽ, ജെറമിയ, ഹോദാവിയ, യഹദിയേൽ എന്നിവർ അവരുടെ കുലത്തലവന്മാരും പ്രസിദ്ധരായ ധീരയോദ്ധാക്കളുമായിരുന്നു. എന്നാൽ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തെ ഉപേക്ഷിക്കുകയും അവിടുന്ന് തങ്ങളുടെ മുൻപിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്ത ജനതകളുടെ ദേവന്മാരെ ആരാധിക്കുകയും ചെയ്തു. ആകയാൽ ഇസ്രായേലിൻ്റെ ദൈവം അസീറിയ രാജാവായ പൂലിനെ, തിൽഗത് പിൽനേസറിനെ അവർക്കെതിരെ അയച്ചു. അവൻ റൂബൻ, ഗാദ് ഗോത്രങ്ങളെയും മനാസയുടെ അർദ്ധഗോത്രത്തെയും തടവുകാരായി കൊണ്ടുപോയി. ഹാല, ഹാബോർ, ഹാര, ഗോസാൻ നദീതീരം എന്നിവിടങ്ങളിൽ പാർപ്പിച്ചു. അവർ ഇന്നും അവിടെ വസിക്കുന്നു. 1 ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം 6. ലേവിയുടെ സന്തതികൾ.
ലേവിയുടെ പുത്രന്മാർ ഗർഷോം, കൊഹാത്ത്, മെറാറി. കൊഹാത്തിൻ്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൺ, ഉസിയേൽ. അമ്രാമിൻ്റെ സന്തതികൾ അഹറോൻ, മോശ, മിറിയാം. അഹറോൻ്റെ പുത്രന്മാർ നാദാബ്, അബീഹു, എലയാസർ, ഇത്താമർ. എലയാസറിൻ്റെ സന്തതികൾ തലമുറക്രമത്തിൽ ഫിനേഹാസ്, അബീഷുവ, ബുക്കി, ഉസി, സെരഹിയ, മെരായോത്ത്, അമരിയ, അഹിത്തൂബ്, സാദോക്ക്, അഹിമാസ്, അസറിയ, യോഹന്നാൻ. ജെറുസലേമിൽ സോളമൻ പണിയിച്ച ദേവാലയത്തിൽ പുരോഹിത ശുശ്രൂഷ നടത്തിയ അസറിയ, അമരിയ, അഹിത്തൂബ്, സാദോക്ക്, ഷല്ലൂം, ഹിൽക്കിയ, അസറിയ, സെരായ, യഹോസാദക്. നബുക്കദ്നേസറിൻ്റെ കരത്താൽ കർത്താവ് യൂദയായെയും ജെറുസലേമിനെയും നാടുകടത്തിയപ്പോൾ യഹോസദാക്കും പ്രവാസിയായി. ലേവിയുടെ പുത്രന്മാർ ഗർഷോം, കൊഹാത്ത്, മെറാറി. ഗർഷോമിൻ്റെ പുത്രന്മാർ ലിബ്നി, ഷിമെയി. കൊഹാത്തിൻ്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൺ, ഉസിയേൽ. മെറാറിയുടെ പുത്രന്മാർ മഹ്ലി, മൂഷി. ഇവരാണ് ലേവി ഗോത്രത്തിലെ കുലത്തനവന്മാർ. ഗർഷോമിൻ്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ ലിബ്നി, യഹത്ത്, സിമ്മ, യോവാഹ്, ഇദ്ദോ, സെറാഹ്, യത്രായി. കൊഹാത്തിൻ്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ അമീനാദാബ്, കോറഹ്, അസീർ, എൽക്കാന, എബിയാസാഫ്, അസീർ, തഹത്ത്, ഊരിയേൽ, ഉസിയ, ഷാവുൾ. എൽക്കാനയ്ക്ക് അമാസായി, അഹിമോത്ത് എന്നീ 2 പുത്രന്മാരുണ്ടായിരുന്നു. അഹിമോത്തിൻ്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ എൽക്കാന, സോഫായ്, നഹത്ത്, എലിയാബ്, യഹോറാം. എൽക്കാന. സാമുവലിൻ്റെ പുത്രന്മാർ ആദ്യജാതൻ ജോയേൽ, രണ്ടാമൻ അബിയ. മെറാറിയുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ മഹ്ലി, ലിബ്നി, ഷിമെയി, ഉസ, ഷിമയ, ഹഗിയ, അസായ. പേടകം ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചതിനു ശേഷം ഇവരെയാണ് ദാവീദ് ഗാനശുശ്രൂഷയ്ക്ക് നിയമിച്ചത്. സോളമൻ ജെറുസലേമിൽ ദേവാലയം പണിയുന്നതുവരെ സമാഗമ കൂടാരത്തിലെ ശ്രീകോവിലിനു മുൻപിൽ അവർ മുറപ്രകാരം ഗാനശുശ്രൂഷ ചെയ്തു പോന്നു. ശുശ്രൂഷ ചെയ്തിരുന്നവരുടെ വംശപരമ്പര കൊഹാത്യ കുലത്തിൽ നിന്ന് ഗായകനായ ഹേമാൻ. ഹേമാൻ്റെ പിതാക്കന്മാർ തലമുറക്രമത്തിൽ ജോയേൽ, സാമുവേൽ, എൽക്കാന, യറോഹാം, എലിയേൽ, തോവാഹ്, സൂഫ്. എൽക്കാന, മഹത്ത്, അമാസായി. എൽക്കാന, ജോയേൽ, അസറിയ, സെഫനിയ, തഹത്ത്, അസീർ, എബിയാസാഫ്, കോറഹ്, ഇസ്ഹാർ, കൊഹാത്ത്, ലേവി. ഇസ്രായേൽ ഹേമാൻ്റെ വലത്തുഭാഗത്ത് നിന്ന അവൻ്റെ സഹോദരൻ ആസാഫ്. ആസാഫിൻ്റെ പിതാക്കന്മാർ തലമുറക്രമത്തിൽ ബെറേക്കിയ, ഷിമയ, മിഖായേൽ, ബസായെ, മിൽക്കിയ, എത്നി, സേറഹ്, അദായ, ഏദാൻ, സിമ്മ, ഷിമയി, യാദാൻ, ഗർഷോം, ലേവി. സഹോദരന്മാരായ മെറാറി പുത്രന്മാർ ഇടത്തുഭാഗത്തു നിന്ന് അവരിൽ പ്രമുഖൻ ഏദാൻ. ഏദാൻ്റെ പിതാക്കന്മാർ തലമുറക്രമത്തിൽ കിഷി, അബ്ദി, മല്ലൂക്ക്, ഹഷാബിയ, അമസിയ, ഹിൽക്കിയ, അമസി, ബാനി, ഷേമർ, മഹ്ലി, മൂഷി, മെറാറി, ലേവി. അവരുടെ സഹോദരന്മാരായ ലേവ്യർ ദേവാലയ ശുശ്രൂഷയ്ക്ക് നിയുക്തരായിരുന്നു. ദൈവദാസനായ മോശയുടെ കൽപ്പനയനുസരിച്ച് അഹറോനും സന്തതികളും ദഹനബലിപീഠത്തിലും ധൂപപീഠത്തിലും കാഴ്ചകൾ അർപ്പിക്കുകയും അതിവിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷകൾ നിർവഹിക്കുകയും ഇസ്രായേലിനു വേണ്ടി പരിഹാരമനുഷ്ഠിക്കുകയും ചെയ്തു പോന്നു. അഹ്റോൻ്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ എലയാസർ, ഫിനേഹാസ്, അബീഷുവ, ബുക്കി, ഉസി, സെറാഹിയ, മെറായോത്ത്, അമയ്യ, അഹിത്തൂബ്, സാദോക്ക്, അഹിമാസ്. അവരുടെ വാസസ്ഥലങ്ങളും അതിർത്തികളും അഹ്റോൻ്റെ സന്തതികളിൽ കൊഹാത്യ കുലത്തിന് ആദ്യം നറുക്കുവീണു. അവർക്ക് യൂദാദേശത്ത് ഹെബ്രോണും ചുറ്റുമുള്ള മേച്ചിൽ സ്ഥലങ്ങളും കൊടുത്തു. എന്നാൽ പട്ടണത്തിൻ്റെ വയലുകളും ഗ്രാമങ്ങളും യെഫുന്നയുടെ മകനായ കാലബിനാണ് കൊടുത്തത്. അഹ്റോൻ്റെ മക്കൾക്ക് അഭയനഗരമായ ഹെബ്രോൺ, ലിബ്ന, യത്തീർ, എഷ്തെമോവ, ഹീലോൻ, ദബീർ, ആഷാൻ, ബേത്ത്ഷേമെഷ് എന്നീ നഗരങ്ങളും അവയുടെ മേച്ചിൽപ്പുറങ്ങളും
ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഗേബ, അലേമെത്ത്, അനാത്തോത്ത് എന്നീ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും കൊടുത്തു. ആകെ 13 പട്ടണങ്ങൾ അവരുടെ കുലങ്ങൾക്ക് കിട്ടി. ശേഷിച്ച കൊഹാത്യ കുടുംബങ്ങൾക്ക് കുറി അനുസരിച്ച് മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് 10 നഗരങ്ങൾ നൽകി. ഗർഷോം കുടുംബങ്ങൾക്ക് ഇസാക്കർ, ആഷേർ, നഫ്താലി, ബാഷാനിലെ മനാസെ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് 13 പട്ടണങ്ങൾ കൊടുത്തു. മെറാറി കുടുംബങ്ങൾക്ക് റൂബൻ, ഗാദ്, സെബുലൂൺ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് 12 പട്ടണങ്ങൾ കൊടുത്തു. ഇങ്ങനെ ഇസ്രായേൽ ജനം ലേവ്യർക്ക് പട്ടണങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും നൽകി. യൂദ, ശിമയോൻ, ബെഞ്ചമിൻ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് മേൽപ്പറഞ്ഞ പട്ടണങ്ങൾ കുറി വീണതനുസരിച്ച് കൊടുത്തു. ചില കൊഹാത്യ കുടുംബങ്ങൾക്ക് എഫ്രായിം ഗോത്രത്തിൽ നിന്ന് പട്ടണങ്ങൾ നൽകി. എഫ്രായിം മലനാട്ടിലെ അഭയനഗരമായ ഷെക്കേം, ഗേസർ, യോക്മെയാം, ബെത്ത് ഹെറോൺ, അയ്യാലോൺ, ഗത്രിമോൺ എന്നിവയും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് ആനെർ, ബിലയാം എന്നീ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും അവർക്ക് നൽകി. ഗർഷോം കുടുംബങ്ങൾക്ക് നൽകപ്പെട്ട നഗരങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് ബാഷാനിലെ ഗോലാൻ, അഷ്താറോത്ത്, ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് കേദേശ്, ദബേറത്ത്, റാമോത്ത്, ആനേം, ആഷേർ ഗോത്രത്തിൽ നിന്ന് മാഷാൽ, അബ്ദോൻ, ഹുക്കോഗ്, റഹോബ്, നഫ്താലി ഗോത്രത്തിൽ നിന്ന് ഗലീലിയിലെ കേദേശ്, ഹമ്മോൻ, കിര്യത്തായിം. മെറാറി കുടുംബങ്ങളിൽ ശേഷിച്ചവർക്ക് നൽകപ്പെട്ട നഗരങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും സെബുലൂൺ ഗോത്രത്തിൽ നിന്ന് റിമ്മോന, താബോർ, റൂബൻ ഗോത്രത്തിൽ നിന്ന് ജെറീക്കോയുടെ സമീപം ജോർദാന് കിഴക്ക് മരുഭൂമിയിലെ ബേസർ, യാസ, കെദോമോത്ത്, മെഫാത്ത്, ഗാദ് ഗോത്രത്തിൽ നിന്ന് റമോത്ത് ഗിലയാദ്, മഹനായേം, ഹെഷ്ബോൺ, യാസർ എന്നിവയും മേച്ചിൽ സ്ഥലങ്ങളും. 1 ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം 7. ഇസാക്കറിൻ്റെ സന്തതികൾ. ഇസാക്കറിൻ്റെ പുത്രന്മാർ തോല, ഫുവ, യാഷൂബ്, ഷിമ്രോൺ എന്നീ 4 പേർ. തോലയുടെ പുത്രന്മാർ ഉസ്സി, റഫായ, യെറിയേൽ, യഹ്മായി, ഇബ്സാം, സാമുവൽ. ഇവർ തോലയുടെ കുലത്തിലെ തലവന്മാരും അവരുടെ തലമുറകളിൽ പരാക്രമികളുമായിരുന്നു. ദാവീദിൻ്റെ കാലത്ത് അവരുടെ സംഖ്യ 27,600. ഉസ്സിയുടെ പുത്രൻ ഇസ്രാഹിയ. ഇസ്രാഹിയയുടെ പുത്രന്മാർ മിഖായേൽ, ഒബാദിയ, ജോയേൽ, ഇഷിയ എന്നീ 5 പേർ. ഇവർ എല്ലാവരും പ്രമുഖന്മാരായിരുന്നു. അവർക്ക് അനേകം ഭാര്യമാരും പുത്രന്മാരുമുണ്ടായിരുന്നു. അവരുടെ കുലത്തിൽ കുടുംബമനുസരിച്ച് ഗണങ്ങളായി തിരിച്ച 36,000 യോദ്ധാക്കളുണ്ടായിരുന്നു. ഇസാക്കർ ഗോത്രത്തിലെ എല്ലാ കുലങ്ങളിലും നിന്ന് ആകെ 87,000 പേർ സൈന്യത്തിലുണ്ടായിരുന്നു. ബെഞ്ചമിൻ, ദാൻ, നഫ്താലി. ബെഞ്ചമിൻ്റെ പുത്രന്മാർ ബേല, ബേഗർ, യദിയായേൽ എന്നീ 3 പേർ. ബേലായുടെ പുത്രന്മാർ എസ്ബോൻ, ഉസി, ഉസിയേൽ, യെറിമോത്ത്, ഈറീം. ഈ 5 പേർ കുലത്തലവന്മാരും യോദ്ധാക്കളുമായിരുന്നു. വംശാവലി പ്രകാരം ഇവരുടെ കുലങ്ങളിൽ ആകെ 27,034 പേർ. ബേഗറിൻ്റെ പുത്രന്മാർ സെമീറ, യോവാഷ്, എലിയേസർ, എലിയോവേനായ്, ഓമ്രി, എറേമോത്ത്, അബിയ, അനാത്തോത്ത്, അലേമെത്ത്. വംശാവലി പ്രകാരം അവരുടെ കുലങ്ങളിൽ 20,200 ധീരയോദ്ധാക്കൾ. യദിയായേലിൻ്റെ പുത്രൻ ബിൽഹാൻ. ബിൽഹാൻ്റെ പുത്രന്മാർ യവൂഷ്, ബെഞ്ചമിൻ, യഹൂദ്, കെനാന, സേദാൻ, താർഷിഷ്, അഹിഷാഷാർ. യദിയായേലിൻ്റെ കുലത്തിൽ വംശാവലി പ്രകാരം 17,200 യോദ്ധാക്കൾ. ഈറിൻ്റെ പുത്രന്മാർ ഷുപ്പീം, ഹുപ്പീം. അഹേറിൻ്റെ പുത്രൻ ഹുഷീം. നഫ്താലിയുടെ പുത്രന്മാർ യഹുസിയേൽ, ഗൂനി, യേസർ. ബിൽഹായിൽ നിന്ന് ജനിച്ച ഷല്ലൂം. മനാസയുടെ സന്തതികൾ. മനാസയുടെ പുത്രന്മാർ അരാമായക്കാരിയായ ഉപനാരിയിൽ നിന്ന് ജനിച്ച അസ്രിയേൽ. അവൾ ഗിലയാദിൻ്റെ പിതാവായ മാഖീറിൻ്റെയും അമ്മയാണ്. മാഖീർ ഹുപ്പിമിനും ഷിപ്പിമിനും ഭാര്യമാരെ നൽകി. അവൻ്റെ സഹോദരി മാഖ. മാഖീറിൻ്റെ 2ാമത്തെ പുത്രൻ സെലോഫഹാദ്. അവന് പുത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ. മാഖീറിൻ്റെ ഭാര്യ മാഖ ഒരു പുത്രനെ പ്രസവിച്ചു. അവന് പേരഷ് എന്ന് പേരിട്ടു.
അവൻ്റെ സഹോദരനായ പേരഷിൻ്റെ പുത്രന്മാർ ഊലാം, റാക്കേം. ഊലാമിൻ്റെ പുത്രൻ ബദാൻ. ഇവർ മനാസയുടെ മകനായ മാക്കീറിൻ്റെ മകൻ ഗിലെയാദിൻ്റെ പുത്രന്മാരാകുന്നു. ഗിലെയാദിൻ്റെ സഹോദരി ഹമ്മേലേക്കത്തിൻ്റെ പുത്രന്മാർ ഇഷ്ഹോദ്, അബിയേസർ, മഹ്ല, ഷെമീദായുടെ പുത്രന്മാർ അഹിയാൻ, ഷെക്കം, ലിഖ്ഹി, അനിയാം. എഫ്രായിമിൻ്റെ സന്തതികൾ. എഫ്രായിമിൻ്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ ഷുത്തേലഹ്, ബേരദ്, തഹത്ത്, എലയാദ, തഹത്ത്, സാബദ്, ഷുത്തേലഹ്. ഷുത്തേലഹിൻ്റെ പുത്രന്മാർ ഏസർ, എലയാദ്. ഇവർ തദ്ദേശവാസികളായ ഗത്യരുടെ കന്നുകാലികളെ അപഹരിക്കാൻ ചെന്നപ്പോൾ കൊല്ലപ്പെട്ടു. പിതാവായ എഫ്രായിം വളരെ നാൾ അവരെക്കുറിച്ച് വിലപിച്ചു. സഹോദരന്മാർ ആശ്വസിപ്പിക്കാൻ ചെന്നു. പിന്നീട് അവൻ ഭാര്യയെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. തൻ്റെ ഭവനത്തിന് അനർത്ഥം ഭവിക്കിയാൽ അവന് ബെറിയ എന്ന് പേരിട്ടു. അവൻ്റെ മകൾ ഷേറ താഴെയും മേലെയുമുള്ള ബെത്ത് ഹെറോണും ഉസൻ ഷേരായും നിർമ്മിച്ചു. എഫ്രായിമിൻ്റെ മകൻ റേഫായുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ റേസഫ്, തേലഹ്, തഹൻ, ലാദാൻ, അമ്മിഹൂദ്, എലിഷാമ, നൂൻ, ജോഷുവ. അവർക്ക് അവകാശമായി ലഭിച്ച വാസസ്ഥലങ്ങൾ ബദേൽ, കിഴക്ക് നാരാൻ, പടിഞ്ഞാറ് ഗേസർ, ഷെക്കേം, അയ്യ. മനാസയുടെ ദേശത്തിനരികെ ബത്ഷയാൻ, തനാക്ക്, മെഗിദോ, ദോർ എന്നിവയും അവയുടെ ഗ്രാമങ്ങളും. ഇസ്രായേലിൻ്റെ മകനായ ജോസഫിൻ്റെ പുത്രന്മാർ ഇവയിൽ വസിച്ചു. ആഷേറിൻ്റെ സന്തതികൾ. ആഷേറിൻ്റെ പുത്രന്മാർ ഇമ്ന, ഇഷ്വ, ഇഷ്വി, ബെറിയ. ഇവരുടെ സഹോദരി സേരഹ്. ബെറിയയുടെ പുത്രന്മാർ ഹേബർ. ബിർസായത്തിൻ്റെ പിതാവായ മൽക്കിയേൽ. ഹേബറിൻ്റെ പുത്രന്മാർ യാഫ്ലത്ത്, ഷേമർ, ഹോദാം. അവരുടെ സഹോദരി ഷുവ. യാഫ്ലക്കിൻ്റെ പുത്രന്മാർ പസാക്ക്, ബിഹ്മാൽ, അശ്വത്ത്. അവൻ്റെ സഹോദരനായ ഷേമറിൻ്റെ പുത്രന്മാർ റോഹ, യഹൂബ, ആരാം. അവൻ്റെ സഹോദരനായ ഹേലമിൻ്റെ പുത്രന്മാർ സോഫാഹ്, ഇമ്ന, ഷേലഹ്, അമാൽ. സേഫാറിൻ്റെ പുത്രന്മാർ സുവാഹ്, ഹർനേഫർ, ഷൂവാൽ, ബേരി, ഇമ്ര, ബേസർ, ഹോദ്, ഷമ്മ, ഷിൽഷ, ഇത്രാൻ, ബേര. ഏദറിൻ്റെ പുത്രന്മാർ യഫുന്ന, പിസ്പ, ആര. ഉല്ലയുടെ പുത്രന്മാർ ആരഹ്, ഹന്നിയേൽ, റിസിയ. ഇവർ ആഷേറിൻ്റെ ഗോത്രത്തിലെ കുലത്തലവന്മാരും പ്രസിദ്ധരായ വീരയോദ്ധാക്കളും പ്രഭുക്കന്മാരിൽ പ്രമുഖരുമായിരുന്നു. സൈന്യത്തിൽ ചേർന്ന ഇവർ ആകെ 26,000 പേർ ഉണ്ടായിരുന്നു. 1 ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം 8. ബെഞ്ചമിൻ്റെ സന്തതികൾ. ബെഞ്ചമിൻ്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ബേല, അഷ്ബേൽ, അഹാര, നോഹ, റാഹ. ബേലായുടെ പുത്രന്മാർ അദ്ദാർ, ഗേര, അബിഹൂദ്, അബിഷുവ, നാമാൻ, അഹോവഹ്, ഗേര, ഷെഹുദ്ഫാൻ, ഹൂറാം. യഹൂദിൻ്റെ പുത്രന്മാർ നാമാൻ, അഹിയ, ഗേര. ഗേബായിൽ വസിച്ചിരുന്ന ഈ കുടുംബത്തലവന്മാർ മനഹത്തിലേക്ക് നാടുകടത്തപ്പെട്ടു. ഉസായുടെയും അഹിഹൂദിൻ്റെയും പിതാവായ ഗേരയാണ് അവരെ പ്രവാസത്തിലേക്ക് നയിച്ചത്. ഹൂഷിം, ബാര എന്നീ ഭാര്യമാരെ ഉപേക്ഷിച്ചതിന് ശേഷം ഷഹ്റായിമിന് മൊവാബ് ദേശത്ത് വെച്ച് പുത്രന്മാരുണ്ടായി. അവന് ഭാര്യ ഹോദേശിൽ യൊബാബ്, സിബിയ, മെഷ, മൽക്കാം, യവൂസ്, സക്കിയ, മിർമ എന്നീ പുത്രന്മാരുണ്ടായി. ഇവർ കുലത്തലവന്മാരാണ്. ഹൂഷിമിൽ അവന് അബിത്തൂബ്, എൽപാൽ എന്നീ പുത്രന്മാരുണ്ടായി. എൽപാലിൻ്റെ പുത്രന്മാർ ഏബർ, മിഷാം, ഷേമദ്, ഒനെ, ലോദ് എന്നീ പട്ടണങ്ങൾ പണിതത് ഷേമദാണ്. അയ്യാലോൺ നിവാസികളുടെ പിതൃകുടുംബത്തലവന്മാരായ ബെറിയ, ഷേമ എന്നിവർ ഗത്ത് നിവാസികളെ ഓടിച്ചു കളഞ്ഞു. അഹിയോ, ഷഷാക്ക്, യറേമോത്ത്, സെബദിയോ, ആരാദ്, ഏദർ, മിഖായേൽ, ഇഷ്പ, യോഹ എന്നിവർ ബെറിയായുടെ പുത്രന്മാരാണ്. സെബദിയ, മെഷുല്ലാം, ഹിസ്കി, ഹേബർ, ഇഷ്മെറായ്, ഇസ്ലിയ, യൊബാബ് എന്നിവർ എൽപാലിൻ്റെ പുത്രന്മാർ. യാക്കിം, സിക്രി, സബ്ദി, എലിനേയായ്, സില്ലത്തായ്, എലിയേൽ, അദായ, ബറായ, ഷിമ്രാത്ത് എന്നിവർ ഷിമേയിയുടെ പുത്രന്മാർ. ഇഷ്ഫാൻ, ഏബർ, എലിയേൽ, അബ്ദോൻ, സിക്രി,
ഹാനാൻ, ഹനനിയ, ഏലാം, അന്താത്തിയ, ഇഫ്ദേയ, പെനുവേൽ എന്നിവർ ഷഷാക്കിൻ്റെ പുത്രന്മാർ. ഷംഷറായി, ഷഹറിയ, അത്താലിയ, യാറഷിയ, ഏലിയ, സിക്രി എന്നിവർ യെറോഹാമിൻ്റെ പുത്രന്മാർ. തലമുറക്രമത്തിൽ കുലത്തലവന്മാരും പ്രമുഖന്മാരുമായ ഇവർ ജെറുസലേമിൽ പാർത്തു. ഗിബെയോന്റെ പിതാവായ ഈയേൽ ഗിബെയോണിൽ പാർത്തു. അവൻ്റെ ഭാര്യ മാക്ക, അവൻ്റെ ആദ്യജാതൻ അബ്ദോൻ. മറ്റു പുത്രന്മാർ സൂർ, കിഷ്, ബാൽ, നദാബ്, ഗദോർ, അഹിയോ, സേഗർ. ഷിമയായുടെ പിതാവായ മിക്ലോത്ത്. ഇവർ ജെറുസലേമിൽ ചാർച്ചക്കാരോടൊത്ത് വസിച്ചു. സാവൂളിൻ്റെ കുടുംബം. നേറിൻ്റെ മകൻ കിഷ്, കിഷിൻ്റെ മകൻ സാവൂൾ. സാവൂളിൻ്റെ പുത്രന്മാർ ജോനാഥൻ, മൽക്കിഷുവ, അബിനാദാബ്, എഷ്ബാൽ. ജോനാഥൻ്റെ മകൻ മെരിബാൽ, മെരിബാലിൻ്റെ മകൻ മീഖ. മീഖയുടെ പുത്രന്മാർ പിത്തോൻ, മേലക്, തരേയ, ആഹാസ്. ആഹാസിൻ്റെ മകൻ യഹോവാദ. യഹോവാദയുടെ പുത്രന്മാർ അലേമോത്ത്, അസ്മാവത്ത്, സിമ്രി. സിമ്രിയുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ മോസ, ബിനയ, റാഫ, എലയാസ, ആസേൽ. ആസേലിൻ്റെ പുത്രന്മാർ അസ്രിക്കാം, ഗോബറു, ഇസ്മായേൽ, ഷെയാറിയ, ഒബാദിയ, ഹനാൻ എന്നീ 6 പേർ. അവൻ്റെ സഹോദരനായ ഏഷക്കിൻ്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ഊലാം, യവൂഷ്, എലീഫെലെത്ത്. ഊലാമിൻ്റെ പുത്രന്മാർ ശക്തന്മാരായ യോദ്ധാക്കളും വില്ലാളികളുമായിരുന്നു. അവർ പുത്രപൗത്രന്മാർ 150 പേരുണ്ടായിരുന്നു. ഇവരെല്ലാവരും ബെഞ്ചമിൻ ഗോത്രജരാണ്.